മാനസാന്തരപ്പെട്ട സ്നാനമേറ്റവര്, അങ്ങനെ സ്നാനമേറ്റ വിശുദ്ധന്മാരോട് ചേർന്ന് അത് സകല ജാതി മതസ്ഥരിൽ നിന്ന് ദൈവം വീണ്ടെടുക്കപ്പെട്ട ഈ ജനങ്ങളോട് ചേർന്ന് അപ്പം നുറുക്കിയും അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും ആ കർത്താവിന്റെ വരവിന് വേണ്ടി സാക്ഷ്യത്തോടെ നിൽക്കണം. നാളെ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈ ദ്രവിച്ചു പോകുന്ന ശരീരവും മാറ്റും കേട്ടോ. തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം നമുക്ക് തരും കേട്ടോ. എന്നിട്ട് 1000 വർഷം നമ്മൾ ഈ ഭൂമിയിൽ അവനോട് കൂടെ രാജ്യത്വത്തിൽ വാഴുകയും 1000 ആണ്ടിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യും. ഇല്ല, നിങ്ങൾക്കിത് വേണ്ട, നിങ്ങളുടെ മതഭക്തിയും പാരമ്പര്യമാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ പ്രിയപ്പെട്ടവരെ വോട്ട് വെച്ചോളിൻ. മരിച്ചതിന് ശേഷം നമ്മൾ തമ്മിൽ കാണുമെന്നേ. യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ ഈ പ്രസംഗത്തിന് കണക്ക് തീർക്കാമെന്നേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പാപമോചനം നേടാതെ പാപിയായിട്ട് മതഭക്തിയിലാണ് മരിക്കുന്നെങ്കിൽ, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ, ഇന്നേക്ക് 1000 ആണ്ട് തികയുന്ന ലോകം അവസാനിക്കുകയും അന്ന് എന്റെ പ്രസംഗം കേട്ട് പാപിയായിട്ട് അടക്കപ്പെട്ട പുരോഹിതന്മാർ ഉൾപ്പെടെ കല്ലറുകളെ വിട്ട് എഴുന്നേറ്റ് വരികയും എന്നിട്ട് യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഓരോരുത്തരും വരി വരിയായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ സകല രഹസ്യങ്ങൾക്കും പാപങ്ങൾക്കും ദൈവം ശിക്ഷ വിധിച്ച് ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയാത്ത നരകാഗ്നിയിലേക്ക് നമ്മൾ എറിഞ്ഞു കളയും. പ്രിയപ്പെട്ട, ഞങ്ങൾ കരഞ്ഞുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്, ഞങ്ങൾ കണ്ണുനീരോടാണ് പ്രസംഗിക്കുന്നത്. ഒരു മനുഷ്യന്റെ ആത്മാവ് നരകത്തിലേക്ക് എറിഞ്ഞു കളയപ്പെട്ടാൽ അന്ന് ആകാശവും ഭൂമിയും സൂര്യചന്ദ്ര നക്ഷത്രാദികളുമില്ല, കാലമില്ല, സമയമില്ല. പുരോഹിതന്മാര് പ്രിയപ്പെട്ട ധൂപ്രാർത്ഥന നമ്മുടെ രക്ഷ പ്രാപിക്കുന്നത് പോഷകമാണ്, പൈശാചികമാണ്. പ്രിയപ്പെട്ട, ജീവിച്ചിരിക്കുമ്പോൾ നീ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് പാപമോചനം നേടിയാൽ നീ രക്ഷ പ്രാപിക്കും. ഇല്ലെങ്കിൽ നിന്നെ രക്ഷിപ്പാൻ ആർക്കും കഴിയത്തില്ല. ആ നരകത്തിന് അവസാനമില്ല. എത്ര കോടി വർഷം ഒരു കണക്കില്ല. അത് എറ്റേണലാണ്, ഇൻഫിനിറ്റി.